ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴത്തണ്ട് തോരനാണ്. ഇത് നമ്മുടെ കിഡ്നി സ്റ്റോണിനും യൂറിനറി ഇൻഫെക്ഷനും എല്ലാത്തിനും നല്ലതാണ്. ഇത് നമ്മളപ്പം അരിഞ്ഞ് നമ്മൾ തേങ്ങ കപ്പലണ്ടി ഇട്ടാണ് തോരൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങായും പരിപ്പും ഇട്ടും വെക്കാം. ഞാൻ പിന്നെ കപ്പലണ്ടി ഇട്ട് ഒരു വെറൈറ്റി ആയിരിക്കട്ടല്ലോ എന്ന് വിചാരിച്ച് കപ്പലണ്ടി ഇട്ട് തോരൻ വെക്കാൻ പോവാണേ. അപ്പോൾ ഇത് നല്ല സ്ലൈസ് കട്ടി കുറഞ്ഞരിയണേ. കനം കുറച്ചരിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ ഒരു 2 സ്പൂൺ ഉപ്പിട്ട് അതിനകത്തിടണേ. ഇത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമ്മളൊരു പിന്നെ പപ്പട കുത്തിയോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ ഒരു നാര് പോലിരിക്കും. ഈ നാര് പോലിരിക്കുന്ന സാധനം നമ്മളതങ്ങ് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മൾക്ക് തോരൻ വെക്കുമ്പോൾ അത് കടിക്കുമ്പോൾ ഒരു നൂലായിട്ടിരിക്കും. അതാണിതിൽ പ്രധാനമേ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലൈസാക്കി എടുത്തിട്ട് ഇത് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. നമ്മളിപ്പോൾ വെള്ളത്തിലിടുമ്പം ഇട്ടിട്ട് കഴുകിയൊക്കെ വരുമ്പോൾ ശകലം കറുപ്പായാലും തോരൻ വെക്കുമ്പോൾ നമുക്ക് പഴയ കളർ തന്നെ വരും, നല്ല കളർ തന്നെ വരും. കനം കുറച്ച് നമ്മൾ പൊടിയായിട്ട് എത്രയും പൊടിയായിട്ട് അറിയാമോ അത്രയും നല്ലതാണ്. ശരീരത്തിന് അത്രയും ഒരു നല്ല ഒരു ഹെൽത്തി ഇത് ഡിഷാണ്. അപ്പോൾ നമുക്കിതുപോലെ അതിൻ്റെ നാരെല്ലാം നമുക്ക് എടുക്കാം. നാരെല്ലാം ക്ലീനായിട്ട് നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബീൻസും ക്യാരറ്റും ഒക്കെ തോരൻ വെക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് വെക്കുന്നത്. സവാള, വറ്റൽമുളക്, വെളുത്തുള്ളി, കപ്പലണ്ടി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഈ വറ്റൽമുളകും കപ്പലണ്ടിയും ഇട്ട് നമ്മൾ ഒന്ന് ചുറ്റിയെടുക്കണം. മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. വെളുത്തുള്ളി ചതച്ചിടണേ. നമ്മൾ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, വെളുത്തുള്ളി, സവാള എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് ഇത് അരിഞ്ഞതിടാം. വാഴത്തണ്ട് അരിഞ്ഞതിടാം. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഇതിൽ ഉപ്പ് തീരെ കുറച്ചിട്ടാൽ മതി. നമ്മുടെ സാധാരണ തോരൻ്റെ കൂട്ടൊന്നും ഒരുപാട് ഉപ്പിടരുത്. ഉപ്പ് നല്ലോണം അങ്ങ് പിടിക്കും. ഉപ്പെല്ലാം അങ്ങ് നല്ലോണം ഇതിൽ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഈ വാഴത്തണ്ട് നമ്മൾ അച്ചാറിടാം, സാമ്പാറിൽ നമ്മൾ കഷ്ണമായിട്ട് ഇടാം. ഒരുപാട് ഡിഷ് ഉണ്ടാക്കാം നമുക്ക് വാഴത്തണ്ട് കൊണ്ട്. വാഴത്തണ്ട് ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് ജ്യൂസ് തട്ടിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് വെള്ളം ഒഴിച്ച് ജ്യൂസ് എടുക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ ഇതിൽ നിന്ന് ജ്യൂസ് ഇറങ്ങും. അതിൻ്റെ കൂടെ ശകലം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശകലം നാരങ്ങ നീരെടുത്ത് നമ്മൾ ജ്യൂസായിട്ടും കുടിക്കാം. ഇതെല്ലാം കിഡ്നി സ്റ്റോണിന് നല്ലതാണ്. ഇതൊരു 10-15-20 മിനിറ്റ് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെക്കണേ. അടച്ച് വെച്ചിട്ട് വെന്ത ഉടനെ തേങ്ങ ഇട്ട് ഇളക്കിയിട്ട് കപ്പലണ്ടിയും വറ്റൽമുളകും ഇട്ട് പൊടിച്ചതും നമ്മൾ കൂടെ ഇട്ട് തോരനങ്ങ് നമ്മൾ ഇളക്കിയെടുക്കുവാണ്. ഒന്നും വലിയ പണിയൊന്നുമില്ലിത്. ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് ഹെൽത്തിയുമായ ഒരു ഡിഷാണിത്. അപ്പം നമ്മുടെ വാഴത്തണ്ട് കപ്പലണ്ടി തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.